ഹലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ ആണ്. അപ്പം ഇന്നലത്തെ എൻ്റെ ഒരു വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ചൂട് പുട്ടും അതുപോലെ തന്നെ കുറച്ച് കടലക്കറിയുടെ കൂടെ ഒരു മുട്ട ബോയിൽഡ് എഗ്ഗ് മുട്ട പുഴുങ്ങിയതും ഉണ്ട്, കുറച്ച് മുട്ടക്കറി. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് പുട്ട് ഇന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കടലക്കറിയും കുറച്ച് മുട്ടക്കറിയും ലെഫ്റ്റ് ഓവർ ബാക്കിയായിട്ടിരുന്നു. അപ്പോൾ അതിനി വെച്ചേക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ചൂട് പുട്ടും കടലക്കറിയും മുട്ടക്കറിയും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ടീ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ജലദോഷവും കഫക്കെട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് പാല് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടലക്കറിയും മുട്ടക്കറിയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉച്ചയായപ്പോൾ ലഞ്ച് ഞാൻ വലിയ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ മെയിൻ കോഴ്സുകൾ മാത്രമേ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സും കഴിക്കലും കുറയ്ക്കലും എല്ലാം നടന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ അത്ര ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടില്ല. ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് നല്ല ചൂട് ചോറും അടിപൊളി പരിപ്പ് കറിയും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയും, നമ്മുടെ നെത്തോലി കൊഴുവ മീൻ പൊരിച്ചതും, വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാറും ചീരത്തോരനും, പിന്നെ കുറച്ച് സവോള വിനേഗറിലിട്ട് അരിഞ്ഞതും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി തോന്നി കേട്ടോ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ കഴിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിലായിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ ഇത് ഭയങ്കരമായിട്ട് ഇത് കഴിക്കലാണ്. ചോറിനും അതുപോലെ തന്നെ അപ്പത്തിനും എല്ലാത്തിനും എടുത്തെടുത്ത് കഴിക്കലാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈവനിങ് ഇക്ക വന്നു. അപ്പോൾ ഇക്ക വന്നപ്പോഴത്തേനും എന്തെങ്കിലും വിശന്ന് വന്നതല്ലേ, അപ്പം കാര്യമായിട്ട് ലഞ്ചും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇക്ക ലഞ്ച് കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചല്ലോ. അപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ബോംബെ ടോസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കംപ്ലീറ്റ് ബട്ടറിലാണ് ഞാൻ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പാലൊന്നും ഒഴിച്ചില്ല. സാധാരണ ബോംബെ ടോസ്റ്റിന് നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് പഞ്ചസാര ഇട്ട് അതിൽ കുറച്ച് മിൽക്ക് ബീറ്റ് ചെയ്യും. ഞങ്ങൾ ഇപ്പം പാല് 1 വീക്കായിട്ട് വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് വീട്ടിൽ പാലിരിപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അത് ബട്ടറൊക്കെ ഇട്ട് അടിപൊളി ബോംബെ ടോസ്റ്റും ചായയും. പിന്നെ അതിനുശേഷം അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും വൈകുന്നേരം ഈവനിങ് നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്ക ഒന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ഷവർമ കൊണ്ടുവന്നു. അപ്പോൾ ഭയങ്കര ഇതെന്ന് പറയുന്നത് നമ്മുടെ അറബിക് ഷവർമയാണ്, നമ്മുടെ നാട്ടിലെ രീതിയിലുള്ള ഷവർമയല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് അറബിക് ഷവർമയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഉപ്പിലിട്ട സാൾട്ടഡ് ആയിട്ടുള്ള റാഡിഷ്, ക്യാരറ്റ്, കുക്കുംബർ, ചില്ലി അടിപൊളിയായിരുന്നു. പിന്നെ അതിനുശേഷം നൈറ്റായി കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോഴത്തേനും ഞാനിതാ പുട്ടെന്ന് പറയുന്നത് ഇവിടെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുട്ടുപൊടി എടുക്കുന്നു, നനയ്ക്കുന്നു, വെക്കുന്നു. അപ്പം വളരെ ഈസി ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും കറികൾ ഞാൻ മാറ്റിക്കൊണ്ടേയിരിക്കും. പുട്ടെന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ഥിരം കക്ഷിയാണിപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ കുറച്ചു കഴിച്ചു എല്ലാം ഉണ്ട്. പക്ഷേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വെച്ചിട്ടുള്ള വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് ഞാൻ വേറൊരു ദിവസം ചെയ്യാം. ഇപ്പോൾ ഞാനൊരു തട്ടിക്കൂട്ട് വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ എൻ്റെ ഫുഡും എൻ്റെ കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.